തനിമയിലേക്ക് എന്ന തിരുവചന കൂട്ടായ്മ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായി നമ്മുടെ മേൽ ചൊരിയപ്പെടേണ്ടതിന് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. 4-ാം സങ്കീർത്തനം 5, 6, 7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒരിക്കലും ഒന്നുകൊണ്ടും തൃപ്തി വരാത്ത ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ആകുല ചിന്തകളും തൃപ്തിപ്പെടുത്തുവാൻ ജനനം മുതൽ മരണം വരെ മനുഷ്യൻ കഠിനമായി അധ്വാനിക്കുകയും അതിനായി കാക്ഷിക്കുകയും ചെയ്യുക. എത്ര കിട്ടിയാലും പോരാ. എത്ര അനുഗ്രഹങ്ങളുണ്ടെങ്കിലും ഒന്നും പോരാ എന്നുള്ളതാണ് മനുഷ്യൻ്റെ ചിന്താഗതി. എന്നാൽ എത്ര കിട്ടിയാലും എത്ര സമ്പാദിച്ചു കൂട്ടിയാലും അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നുവെന്ന് ഒരിക്കലും ചിന്തിക്കാറുമില്ല. എല്ലാവരുടെയും ചിന്ത എനിക്ക് ഇനിയും വേണം നന്മ, എനിക്ക് ആര് കാണിക്കും, എന്നോട് നന്മ കാണിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും അതിനുവേണ്ടി സഹായം ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് ചായുകയും ചെയ്യുക. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദ് പറയുകയാണ്, യഹോവേ, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണം. നിൻ്റെ മുഖപ്രകാശം, നിൻ്റെ സ്നേഹമുള്ള മുഖം, നിൻ്റെ കരുതലുള്ള മുഖം, ഒരു പിതാവിൻ്റേതെന്ന പോലെയുള്ള മുഖം, നിന്നെ അപ്പ എന്ന് വിളിക്കുവാൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ ഉള്ള അവകാശം തന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. നീ അപ്പനെ പോലെ നിന്നിൽ ആശ്രയിക്കുവാൻ, അപ്പനെ പോലെ നിന്നെ കരുതുവാൻ ഉള്ള വിശ്വാസത്തിൻ്റെ ആധിക്യം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്താണ് ഈ തൃപ്തി വരാത്തതിൻ്റെ കാര്യം? 6-ാം വാക്യത്തിൽ പറയുന്ന 7-ാം വാക്യത്തിൽ പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുമെന്ന് ചിലർ കരുതുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എനിക്ക് നൽകിയിരിക്കുന്നു. പണത്തിൻ്റെയും ധനത്തിൻ്റെയും ആർജവം കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെയോ നേടാം എന്ന് കരുതുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഒരു തലമുറയുടെ നടുവിലാണ് ഇന്ന് നമുക്ക് സാക്ഷ്യം നിർവഹിക്കുവാനുള്ളത്. എത്ര ധനം കൂട്ടിയാലും അതുകൊണ്ട് തൃപ്തരാകാത്ത, ഇനിയും വേണം ഇനിയും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ആ സന്തോഷം പൂർണ്ണമല്ല. അതിലും വലിയ സന്തോഷം ദൈവത്തിൻ്റെ മുഖപ്രകാശം മനുഷ്യ ജീവിതത്തിൽ ഉദിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന സന്തോഷം ധനത്തിൻ്റെ സമാഹരണത്തെക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്നതാണ്. കാരണം എൻ്റെ ആവശ്യം അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.
എൻ്റെ ആവശ്യങ്ങളൊക്കെയും തക്ക സമയത്ത് നിറപടിയായി നിവർത്തിച്ചു തരുന്നു. എന്താണ് എൻ്റെ ആവശ്യം? ആത്യന്തികമായി ഏത് മനുഷ്യൻ്റെയും ആവശ്യം പൗലോസപ്പോസ്തലൻ പറയുകയാണ്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്നത് ഇത് മാത്രമാണ്. എത്ര നമ്മൾ ഈ ലോക സമ്പത്തുകൾ കുമിച്ചു കൂട്ടിയാലും അവയൊക്കെയും നഷ്ടപ്പെട്ടു പോകും, അവയൊക്കെയും നശിച്ചു പോകും. പൗലോസ് നമ്മുടെ കർത്താവ് തന്നെ അതേക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം കർത്താവ് പഠിപ്പിക്കുകയാണ്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഈ ഭൂമിയിലെ നിക്ഷേപം എത്രമാത്രം സ്വരൂപിച്ചാലും അവയൊക്കെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നശിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യ ജീവിതത്തെ വിശകലനം ചെയ്യുന്ന സഭാപ്രസംഗിയുടെ പുസ്തകം ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു തലമുറ ധനം സമ്പാദിച്ച് കൂട്ടിവയ്ക്കും, അടുത്ത തലമുറയ്ക്ക് അത് ഉപയോഗിക്കാനുള്ള കഴിവോ ബുദ്ധിശക്തിയോ ഇല്ല എങ്കിൽ ഈ സമ്പാദിച്ചു കൂട്ടുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? കർത്താവിൻ്റെ പഠിപ്പിക്കലിൽ കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിലെ മുഴുവൻ ഏതെങ്കിലും വിധത്തിൽ നശിച്ചു പോകും. പുഴുവും തുരുമ്പും കെടുത്തുകളെ ഉപയോഗിക്കാതെ ഇരുന്നാൽ അത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഏത് സാധനവും ദീർഘനാൾ നമ്മൾ ഉപയോഗിക്കാതെ എവിടെ ഭദ്രമായിട്ട് പൂട്ടി വച്ചാലും പുഴു തിന്ന് കളയും, തുരുമ്പ് തിന്ന് കളയും. മാത്രമല്ല മനുഷ്യരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചാലോ നമ്മളെ സുരക്ഷിതമായി സൂക്ഷിച്ചാലും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. അത് എങ്ങനെ തുരന്നെടുക്കണമെന്നുള്ള ബുദ്ധി അവർക്കുണ്ട്, കള്ളന്മാർക്കുണ്ട്. അവരുടെ ആവശ്യം അവരതിനുള്ള ബുദ്ധി കണ്ടുപിടിച്ചോളും. അങ്ങനെയുള്ള ലോകത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുന്നത് ഏറ്റവും അപകടകരമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 67-70 കാലഘട്ടത്തിൽ അന്ന് റഷ്യയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. മാധ്യമങ്ങളൊന്നും ഇന്നത്തെ പോലെ പ്രചാരം ആയിരുന്നില്ല അക്കാലത്ത്. ഇലക്ട്രിസിറ്റി പോലും നാട്ടിൻപുറങ്ങളിൽ വളരെ വിരളമായി മാത്രമേ അന്ന് എത്തിയിട്ടുള്ളൂ. അന്ന് ലൈബ്രറിയിൽ പോയിരുന്ന റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്നൊരു ലേഖനം ഈ ഭൂകമ്പത്തെക്കുറിച്ച് വായിക്കുവാനിടയായത് ഓർക്കുന്നു. 30 നില കെട്ടിടങ്ങളുടെയൊക്കെ വലിയ സമുച്ചയങ്ങൾ ഞൊടിയിട കൊണ്ട് ഇടിഞ്ഞു പൊടിഞ്ഞ് നാശമായി. അതിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് ജനങ്ങൾ എല്ലാവരും മരിച്ചു. അവരുടെ ശവസംസ്കാരം നടത്തിയ പുരോഹിതൻ ഒരു പ്രസ്താവന അന്ന് ഇറക്കി. ഈ ശവസംസ്കാര വേളയിൽ ആ പുരോഹിതൻ പറയുകയാണ്, മനുഷ്യൻ ദീർഘകാലം കൊണ്ട് കഠിനാധ്വാനമായി സമ്പാദിച്ചിട്ടുള്ള ഏത് സുരക്ഷിത വസ്തുവും ഞൊടിയിട കൊണ്ട് തരിപ്പണമാക്കുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യൻ്റെ കഴിവും ദൈവത്തിൻ്റെ കഴിവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യണം എന്ന പുരോഹിതൻ അന്ന് ജനങ്ങളെ പ്രബോധിപ്പിച്ചത് റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ലേഖനത്തിൽ വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
എത്ര കഠിനമായി ബുദ്ധിപരം എന്ന് കരുതി നാം അധ്വാനിച്ച് സമ്പാദിച്ച് കൂട്ടിയാലും ഞൊടിയിട കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം പ്രാപ്തന്. മനുഷ്യൻ്റെ അഹങ്കാരത്തെ, ദൈവത്തെ ഭയമില്ലായ്മയെ ദൈവം ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ദുഷ്ടനെക്കുറിച്ച് 36 സങ്കീർത്തനത്തിൽ പറയുകയാണ്, നന്മ ചെയ്യുന്നതും ദൈവഭയത്തോടെ ഇരിക്കുന്നതും ദുഷ്ടൻ വിട്ടുകളയുക, തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്ന് തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നവനാണ് ദുഷ്ടൻ. തൻ്റെ പ്രവൃത്തികളൊക്കെയും മറ്റുള്ളവർക്ക് ദോഷകരമാകുന്നുവെന്ന് അറിയുന്നതേയില്ല. എങ്ങനെയാണ് അറിയുന്നത്? ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ദൈവഭയം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ അവനെ നാശത്തിലേക്ക് നയിക്കുന്നതിനുള്ള അനുഭവങ്ങൾ അവൻ അറിയുന്നില്ല. ഒടുവിൽ വലിയ നാശത്തിൽ ചെന്ന് പതിക്കുമ്പോൾ മാത്രമാണ് ബോധം ഉണ്ടാകുന്നത്. 52 സങ്കീർത്തനത്തിൽ ദാവീദ് ഈ കാര്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. വീര, നീ വീരനാണെന്ന് നിനക്ക് തോന്നുന്നു അല്ലേ? നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? നിൻ്റെ പ്രവൃത്തികളെ നീ ശോധന ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് പ്രസാദമുള്ളതാണോ? ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കുവാൻ സാധ്യതയുള്ളതാണോ? തൻ്റെ പ്രവൃത്തികളെ ശോധന ചെയ്യുവാൻ നീ മനസ്സുള്ളവനാണോ? വീര, നീ ദുഷ്ടതയെ പ്രശംസിക്കുന്നത് ദൈവത്തിൻ്റെ ദയ നിരന്തരമാണ്. ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് നിൻ്റെ ദുഷ്ടതയെ അവഗണിച്ചുകൊണ്ട് ദൈവം നിനക്ക് നന്മ ചെയ്യുന്നത്. 2-ാം വാക്യത്തിൽ പറയുന്നു, ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിൻ്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. എന്താണ് നാവ് കൊണ്ടുള്ള ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നത്? ഏത് പ്രവൃത്തിയിലും സ്വയം നീതീകരണം. ഞാൻ ചെയ്യുന്നതൊക്കെയും ശരിയാണ്, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെയും തെറ്റാണ്. എന്നെ തന്നെ ന്യായീകരിക്കുക. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ചിന്തിക്കുന്നതേയില്ല. 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ടല്ലോ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണം. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണം. എൻ്റെ ഹൃദയത്തിലും എൻ്റെ നിലവുകളിലും വ്യസനത്തിലുള്ള മാർഗമാണോ ഞാൻ സ്വീകരിക്കുന്നത് എന്നെന്നെ ബോധിപ്പിക്കണം. നാം ചിന്തിക്കും, നാം ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി എല്ലാം ശരിയാണ്. അല്ലല്ല, എല്ലാവരും ഒരുപോലെ തെറ്റുകാരാണ് എന്ന് വേദപുസ്തകം പിന്നെയും ആവർത്തിക്കുന്നു. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദുഷ്ടനെക്കുറിച്ച് 3-ാം വാക്യത്തിൽ പറയുകയാണ്, നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു. നാവുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താമെന്ന് കരുതുന്നു. വൃഥാവുള്ള ദിവാസ്വപ്നം മാത്രമാണ്, മൂഢസ്വപ്നം മാത്രമാണ് അത് എന്ന് ഓർക്കണം. ദൈവം ശോധന ചെയ്യുന്നത് ഹൃദയത്തെയും അന്തരേന്ദ്രിയങ്ങളെയുമാണ്. ബാഹ്യമായ നാവ് കൊണ്ടുള്ള വാക്കിനെ ദൈവം ശോധന ചെയ്യുന്നില്ല. നമ്മുടെ ഹൃദയത്തിലെ നിലവുകളെ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ
ദൈവം ശോധന ചെയ്യുന്നു. എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള നമ്മുടെ നിലവുകളും ദൈവത്തിന് പ്രസാദമുള്ള നമ്മുടെ വിചാരങ്ങളും. ദൈവം നമ്മെ നോക്കുമ്പോൾ നാം എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്ത വരാം. ഞാനും അവരനും തമ്മിൽ ദൈവസന്നിധിയിൽ വ്യത്യാസമില്ല. പാപബോധമാണ്, ഞാൻ കുറവുള്ളവനാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇത് പറയുവാൻ പൗലോസിനല്ലാതെ മറ്റാർക്കെങ്കിലും ചരിത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇന്ന് സംശയമാണ്. ഞാൻ നീതിമാനാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ നീതിയാണ് എന്ന് കരുതി ഉപരിപ്ലവമായ കാര്യങ്ങളിൽ വ്യാജ വാക്കുകൾ കൊണ്ട് സമൂഹത്തിൽ തന്നെ ഉയർത്തുന്ന നാം ഓരോരുത്തരും ചിന്തിക്കുവാനുണ്ട്. ധനസമ്പാദനം അല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. നിൻ്റെ സഹോദരനെ സഹോദരനായി കാണുക. നിൻ്റെ സഹോദരൻ എവിടെ എന്ന് ദൈവം കയ്യനോട് ചോദിക്കുമ്പോൾ കയ്യൻ്റെ ഉത്തരം, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്നുള്ളതാണ്. നീ നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് എന്നുള്ളത് സമർത്ഥിക്കുവാനാണല്ലോ ദൈവം കയ്യനോട് ചോദിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ദൈവം നമ്മോട് ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ എവിടെ? ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിച്ച് ധനം സമ്പാദിച്ചു കൂട്ടി ജീവിതത്തിൽ ഉയരാം എന്ന് കരുതുന്ന മൂഢ ചിന്തയിൽ നിന്നും ഉണർന്ന് ദൈവവിഷയമായി സമ്പന്നരാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമുക്ക് സഹായിക്കട്ടെ.